നമസ്കാരം. യുകെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ. NHSനെയും രോഗികളെയും പ്രതിസന്ധിയിലാക്കി ഒരു വർഷത്തിലേറെയായി തുടരുന്ന ശമ്പള തർക്കത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായി ജൂനിയർ ഡോക്ടർമാരും സർക്കാരും. സ്വതന്ത്ര മധ്യസ്ഥതയുമായി ചർച്ചകൾക്കായി സർക്കാരിനെ കാണാൻ ഇംഗ്ലണ്ടിലെ ജൂനിയർ ഡോക്ടർമാർ സമ്മതിച്ചതായി ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അറിയിച്ചു. ഡിസംബറിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതിന് ശേഷം ഔപചാരികമായ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. ആ അവസരത്തിൽ ഇതൊരു സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് ആരോഗ്യ സാമൂഹ്യ പരിപാലന വകുപ്പ് പറഞ്ഞു. ശമ്പളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി കണ്ടെത്തുന്നതായിരിക്കും പുതിയ ചർച്ചയുടെ പ്രധാന ലക്ഷ്യം. യുകെയിൽ നിങ്ങൾക്കൊരു ജോലി വേണം. നിങ്ങൾക്കറിയാം, യുകെയിൽ ഒരു ജോലി ലഭിക്കണമെങ്കിൽ ആദ്യം നല്ലൊരു CV വേണം. ആകർഷകമായ ഓഫറോടുകൂടി നിങ്ങളുടെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു പ്രൊഫഷണൽ CV ഞങ്ങൾ തരുന്നു. വി ആർ CV സ്പെഷ്യലിസ്റ്റ്. ഇംഗ്ലണ്ടിൽ ജലജന്യ രോഗങ്ങൾ സ്ഥിരീകരിച്ചതോടെ തിളപ്പിച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയുടെ മുന്നറിയിപ്പ്. സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലെ ഡെവോൺ പ്രദേശത്ത് 22 പേർക്കാണ് മലിനജലം മൂലമുണ്ടാകുന്ന വയറിളക്കം സ്ഥിരീകരിച്ചത്. വയറിളക്കത്തിന് കാരണമാകുന്ന അണുക്കൾ ഇവിടെ വിതരണം ചെയ്യുന്ന ജലത്തിൽ കണ്ടെത്തിയതായാണ് സൗത്ത് വെസ്റ്റ് വാട്ടർ അറിയിച്ചത്. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കുപ്പിവെള്ള വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിരോധശേഷി കുറഞ്ഞവർ കടുത്ത ജാഗ്രത പുലർത്തണമെന്ന് UKHSAയുടെ മുന്നറിയിപ്പിൽ പറയുന്നു. കഴിഞ്ഞ വർഷം റോയൽ ബെർക്ക്ഷയർ NHS ട്രസ്റ്റിൽ ജീവനക്കാർക്കെതിരെ 800-ലധികം ശാരീരിക ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. റീഡിംഗിലെ റോയൽ ബെർക്ക്ഷയർ ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിലിരിക്കെ ഒരു രോഗി തന്നെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച ഒരു സംഭവം ഒരു നഴ്സ് മാധ്യമങ്ങളോട് പങ്കുവച്ചു. അതേസമയം ട്രസ്റ്റ് പോലീസിന് റിപ്പോർട്ട് ചെയ്ത 809 ശാരീരിക ആക്രമണങ്ങളും 925 ശാരീരികേതര ആക്രമണങ്ങളും വെളിപ്പെടുത്തി. NHS തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുമുള്ള നടപടികളുടെ അടിയന്തര ആവശ്യകത ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ആരോഗ്യ സാമൂഹ്യ പരിപാലന വകുപ്പിന്റെ വക്താവ് NHS ജീവനക്കാർക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ നടപടി കൈക്കൊള്ളുമെന്ന് അറിയിച്ചു. പൊണ്ണത്തടിയുള്ള പുരുഷന്മാർക്ക് 400 പൗണ്ട് വരെ നൽകി അമിതഭാരം കുറയ്ക്കാനുള്ള പ്രോത്സാഹനവുമായി NHS രംഗത്ത് വരുന്നു. ഇതോടൊപ്പം സന്ദേശങ്ങൾ അയച്ച് ഭാരം കുറയ്ക്കാനുള്ള ഓർമ്മപ്പെടുത്തലും നൽകും. ഗെയിം ഓഫ് സ്റ്റോൺസ് എന്ന വിളിപ്പേരുമായാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. കെബാബ് ഷോപ്പ് ഒഴിവാക്കാൻ വീട്ടിലേക്ക് വഴിമാറിപ്പോകാനും ശരീരത്തെ സ്കിപ്പായി ഉപയോഗിക്കരുതെന്നും ഉൾപ്പെടെ സന്ദേശങ്ങളാണ് ദൈനംദിന ടിപ്പുകളായി തേടിയെത്തുക. ബ്രിസ്റ്റോൾ, ഗ്ലാസ്ഗോ, ബെൽഫാസ്റ്റ് എന്നിവിടങ്ങളിലെ GP സർജറികൾ വഴി റിക്രൂട്ട് ചെയ്ത 585 പുരുഷന്മാർക്കിടയിൽ ഗവൺമെന്റ് ഫണ്ടിങ്ങോടെയാണ് പഠനം നടന്നത്. ഒരു വർഷം കൊണ്ട് ശരീരത്തിലെ 10% ഭാരം കുറയ്ക്കാനായിരുന്നു ഇവർക്ക് നൽകിയ ചലഞ്ച്. ഇതിന് 400 പൗണ്ട് ക്യാഷ് ഇൻസെന്റീവും ലഭ്യമാക്കി. ഈ പരീക്ഷണം വിജയമായതോടെ തുടരാനാണ് തീരുമാനം. ഒപ്പം സ്ത്രീകളിലേക്ക് ഇത് പരീക്ഷിക്കാനും ആലോചന ആരംഭിച്ചു. യുകെയിലെ മുതിർന്നവരിൽ 20-ൽ ഒരാൾക്ക് വീതം ഭക്ഷണ അലർജി ഉണ്ടെന്നും 3-ൽ ആളുകൾക്ക് ഫുഡ് സെൻസിറ്റിവിറ്റി ഉണ്ടെന്നും ഫുഡ് സ്റ്റാൻഡേർഡ് ഏജൻസി നടത്തിയ പഠനം വെളിപ്പെടുത്തി. പൊതുജനാരോഗ്യത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും വിലയേറിയ ഉൾക്കാഴ്ചകൾ നൽകുന്ന ഇത്തരത്തിലൊരു പഠനം ആദ്യമായാണ് നടക്കുന്നത്. യുകെയിലെ മുതിർന്നവരിൽ ഏകദേശം 6% ആളുകൾക്ക് ഭക്ഷണ അലർജി ക്ലിനിക്കലി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സർവേയിൽ പങ്കെടുത്ത മുതിർന്നവരിൽ 3-1 പേരും ഭക്ഷണത്തിലെ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ ലക്ഷണങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നും വെളിപ്പെടുത്തി. പാറ്റേൺസ് ആൻഡ് പ്രിവിലൻസ് ഓഫ് അഡൾട്ട് ഫുഡ് അലർജി എന്ന തലക്കെട്ടിലുള്ള പഠനം ഈ പൊതുജനാരോഗ്യ പ്രശ്നത്തെ ഇല്ലാതാക്കാൻ സജീവമായ നടപടികൾ ആവശ്യമാണെന്ന് പറയുന്നു. കേരള അപ്ഡേറ്റ്. ബിസ്ക്കറ്റ് പാക്കറ്റിൽ തൂക്കക്കുറവ് കണ്ടെത്തിയ സംഭവത്തിൽ തൃശൂരിൽ വൻതുക നഷ്ടപരിഹാരം വിധിച്ച് ഉപഭോക്തൃ കോടതി. പ്രമുഖ ബ്രാൻഡായ ബ്രിട്ടാനിയയ്ക്കെതിരെയാണ് തൃശൂർ സ്വദേശിയുടെ പരാതിയിൽ നടപടിയുണ്ടായിരിക്കുന്നത്. 300 ഗ്രാം ബിസ്ക്കറ്റ് പാക്കറ്റിൽ 52 ഗ്രാം വരെ കുറവ് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടിയുണ്ടായിരിക്കുന്നത്. തൃശൂർ വാരാക്കരയിലെ ബേക്കറിയിൽ നിന്നും വാങ്ങിയ ന്യൂട്രി ചോയ്സ് ആരോ റൂട്ട് ബിസ്ക്കറ്റ് വെറും ഒരു കൗതുകത്തിന്റെ പേരിൽ ജോർജ് തൂക്കി നോക്കിയതോടെയാണ് കള്ളി വെളിച്ചത്തായത്. ഹർജിക്കാരന് സംഭവിച്ച